ഇനി നമുക്ക് കോട്ടയത്തേക്ക്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനാണ് കടുത്ത ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. കോട്ടയത്ത് ചില ഒത്തുകളികൾ നടക്കുന്നുണ്ട്. അവിടെ PJ ജോസഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസുകാർ ഒത്തുകളിക്കുമെന്ന് ആക്ഷേപം ഉന്നയിച്ചത്. എന്നാൽ അതിന് മറുപടിയുമായി ഇപ്പോൾ വരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫ്രാൻസിസ് ജോർജിനെ കാലുവാരുമെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിനാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടിയുമായി എത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ ചെയ്യില്ല എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളി മാറി നിൽക്കണം. ഒപ്പം ഈ നീക്കങ്ങൾ, ഈ ആക്ഷേപങ്ങൾ സാഹചര്യം മനസ്സിലാക്കാതെ നടത്തുന്ന ആരോപണമാണെന്നും തിരുവഞ്ചൂർ പറയും. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് കോട്ടയത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ്, അതായത് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എങ്ങനെ പോകുന്നു അവസാന ഒരു റൗണ്ട്? അവസാന റൗണ്ട് നല്ല കറക്റ്റായിട്ട് നീങ്ങുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമായി മുന്നോട്ട് നീങ്ങുന്നു. എല്ലാ പ്രവർത്തകരും ഇവിടെ ഭവന സന്ദർശനം നടത്തുന്നുണ്ട്, മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, നമ്മുടെ യോഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഒരു നല്ല പ്രചരണത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. അതിനിടെ ഏറ്റവും ഒടുവിൽ ന്യൂസ് 18 ഒരു അഭിമുഖം തന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണം, കോട്ടയത്ത് കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ വാരും, അങ്ങനെ LDFനാണ് സാധ്യത എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന് ഈ സൂത്രം ആരാ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കോട്ടയത്ത് വന്നിട്ടില്ല. പ്രചരണത്തിലൊന്നും വന്നിട്ടില്ല. ആരെങ്കിലും ചെന്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതായിരിക്കും. അല്ലാതെ ഇവിടെ നടക്കുന്ന എന്താ സംഭവം എന്നുള്ളത് ആക്ച്വലായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കിയിട്ടേ ഉണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അങ്ങനെ കാലുവാരുന്നവരല്ല. എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ സ്ട്രൈറ്റായിട്ട് പറയാനുള്ളത് പറയും, ഞങ്ങളെല്ലാ കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും. അങ്ങനെ ശക്തിയോട് പോകുന്നത് ഞങ്ങൾക്കൊരു മറ്റൊരു രൂപത്തിലുള്ള സമീപനവും ഇല്ല. എല്ലാ ആളുകളും ആ കാര്യത്തിൽ വളരെ 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 ഊർജ്ജസ്വലമായി നിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകൻ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ശരിക്കും കഷ്ടപ്പെട്ട് വളരെ ഊർജിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഇതുപോലുള്ള പദപ്രയോഗം പറഞ്ഞ് അവരെ അപമാനിക്കുന്നത് ശരിയല്ല. ദയവായിട്ട് അതുപോലുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഒന്നുകിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യുക. അതായത് ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അടുത്തവണ കോൺഗ്രസിന് സീറ്റ് കിട്ടും എന്നുള്ളത് അതൊക്കെ ചുമ്മാ വെറുതെ പറയാം. 5 കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞ്, 15 കൊല്ലം കൊണ്ട്, 25 കൊല്ലം കഴിഞ്ഞുള്ള ഓരോ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ഇരുന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 5 കൊല്ലം കഴിയുമ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ ഉണ്ടാകാതിരിക്കും നമുക്കെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് അതൊന്നും വെറുതെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇതൊന്നും പറയുന്ന പ്രസക്തമേ അല്ല, ഒട്ടും പ്രസക്തിയല്ല. പറഞ്ഞതിലൊരു കൗതുകം തോന്നുന്നത്, LDFനെ കോൺഗ്രസ് ജയിപ്പിക്കുമെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ LDF ജയിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തോക്കും എന്നൊരർത്ഥം കൂടിയുണ്ട്. അതൊക്കെ അദ്ദേഹം തീരുമാനിച്ചോട്ടെ. അദ്ദേഹത്തിന് സ്വയം തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം സ്വയം തീരുമാനം എടുത്ത പല കാര്യങ്ങളും പുറത്ത് പറയാറുമുണ്ട്. ഞങ്ങളാരും ആ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ രൂപത്തിൽ ഞങ്ങളൊന്നും കമൻറ്റ് ചെയ്യാറുമില്ല. വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18 കേരളത്തോടായിരുന്നു ഇത്തരത്തിൽ ഒരു അടിയൊഴുക്കിനെ സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി എന്നത് നമുക്കറിയാം.